ഉള്ളത്. പലർക്കും മക്കൾ നന്നായിരിക്കണം, കുടുംബം നന്നായിരിക്കണം, ജോലി കിട്ടണം, അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ പ്രാർത്ഥനയാണ് നിലവിൽ എന്തായാലും ഉള്ളത്. കുഞ്ഞുങ്ങളടക്കം പൊങ്കാല അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമാണ് ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടി ഇവരടക്കം എത്തിയിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ ഇത്തരത്തിൽ എല്ലാ വർഷവും സെക്രട്ടേറിയറ്റ് പടിക്കലിൽ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ പൊങ്കാല ഇടുന്നതിന് വേണ്ടി ഒരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ തലസ്ഥാന നഗരിയിൽ പൊങ്കാല എന്ന് പറയുന്നത് വിവിധ ഭാഗങ്ങളിലായി പൊങ്കാല ഇടുന്നതിന് വേണ്ടിയുള്ള നിരവധി ആളുകളുടെ തിരക്കായിരിക്കും കാണുന്നത്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? പനപ്പാങ്കുന്നോ? ഈ പൊങ്കാല എത്ര വർഷമായി ഇടുന്നു? കുറെ വർഷമുണ്ട്, 10-15 വർഷമുണ്ട് ഇടുന്നു. അമ്മ ഇടുന്നത്? ഞാൻ പനപ്പാങ്കുന്ന്. നിങ്ങളെല്ലാരും ടീമായിട്ടാണ് വന്നിരിക്കുന്നത്? എത്ര പേരായിട്ടാണ് വന്നിരിക്കുന്നത്? ഇപ്പൊ 9 പേരുണ്ട്. 9 പേര് വണ്ടിയിലാണോ വന്നപ്പോ? ആട്ടോയില് 8. ഞാൻ 30 വർഷം കൊണ്ട് ഇടുകയാണ്. 30 വർഷമായിടുന്നു. അപ്പൊ ഈ എന്തെങ്കിലും ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പൊങ്കാലയുടെ അവസരം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. എത്ര വർഷം ഇട്ടിട്ടുണ്ടാണ്? 5-6 വർഷം ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്തവണ നമുക്ക് കിട്ടിയില്ല. ഇത്തവണ എവിടെയാ കിട്ടിയേ? നമുക്ക് വിടാം. ഇപ്പൊ നമ്മൾ 5-6 വർഷം കൊണ്ട് അങ്ങോട്ട് പോണില്ല. എന്ത് പറ്റി? ബസ്സിന് സൗകര്യം കുറവായിരുന്നു. ബസ്സിന് സൗകര്യം ഭയങ്കര കുറവല്ലേ? അത് ഈ പൊങ്കാലയൊക്കെ ആകുമ്പോ ഭയങ്കര ആളുകളുടെ തിരക്കൊക്കെ ആകുമ്പോ ബസ്സിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? ഇത്തവണ എവിടെയാ എടുത്തത് പൊങ്കാല? ബാങ്കിന്റെ അവിടെയാണ്. നമുക്ക് എന്തായാലും അടുത്ത പ്രാവശ്യം നമുക്ക് പൊങ്കാല ആറ്റുകാൽ ക്ഷേത്രത്തിൽ പിടിക്കാം അല്ലേ? അതെ, ആറ്റുകാൽ ക്ഷേത്രത്തിൽ പിടിക്കാം. എന്തായാലും ഇവിടെ ഇങ്ങനെ പൊങ്കാല ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നുണ്ട്. 10 കൂടി തന്നെ ഈ ഭണ്ഡാര അടുപ്പിൽ തീ കൊളുത്തിയ ശേഷമായിരിക്കും മറ്റ് അടുപ്പുകളിലടക്കം ഈ തീ കൊളുത്തുന്നത്. ഈ ചടങ്ങുകളടക്കം തന്നെ ആരംഭിക്കുന്നത്. എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും ഈ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ മാത്രമല്ല ഇതങ്ങോട്ട് നീണ്ടു പോവുകയാണ്. ഈ ഒരു അടുപ്പ് കൊളുത്തുന്ന അല്ലെങ്കിൽ ഈ പൊങ്കാല ഇടുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് വലിയ ആഘോഷത്തിൽ തന്നെയാണ് തലസ്ഥാന നഗരി എന്ന് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും. അത് നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ സാധിക്കും. വലിയ സന്തോഷമാണ്, ആഘോഷമാണ്. തിരുവനന്തപുരംകാരെ സംബന്ധിച്ചാണെങ്കിലും, തിരുവനന്തപുരം മാത്രമല്ല മറ്റ് ജില്ലക്കാരെ സംബന്ധിച്ചാണെങ്കിലും ഈ പൊങ്കാല എന്ന് പറയുന്നത് ഒരു ആഘോഷമാണ്, ആവേശമാണ്. അതവർ ആഘോഷിക്കുകയാണ്. ഇത്തരത്തിൽ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള കുടുംബത്തോടൊപ്പമുള്ള ഒരു ആഘോഷം നടക്കുമ്പോൾ മറുഭാഗത്ത് ഒരു പ്രതിഷേധം എന്നോണമുള്ള ഒരു പൊങ്കാല ആഘോഷമാണ് നടക്കുന്നത്. എന്നിരുന്നാൽ കൂടി അവർ ഹാപ്പിയാണ്, അവർ സന്തോഷമായിട്ട് തന്നെയാണ് പൊങ്കാല ഇടുന്നത്. കാരണം അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പൊങ്കാലയാണ്, ഭഗവതിക്ക് വേണ്ടിയിട്ടുള്ള പൊങ്കാലയാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിന് വേണ്ടി ഇടുന്ന ഒരു പൊങ്കാലയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും സംബന്ധിച്ചാണെങ്കിലും ഓരോരോ ആവശ്യങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി അമ്മ എന്നൊരു നാമം അത് എല്ലാവരുടെ മനസ്സിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഈ അമ്മയ്ക്ക് വേണ്ടി ഓരോ പ്രാവശ്യം പൊങ്കാല ഇടുമ്പോഴുണ്ടാകുന്ന ആത്മസംതൃപ്തി എന്ന് പറയുന്നത് എത്രത്തോളമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്നാണ് ആളുകളടക്കം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും ഇവിടെ പൊങ്കാല ആഘോഷങ്ങളടക്കം തന്നെ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹരിത, തീർച്ചയായും വിനയ, എന്തായാലും നിരവധി ഭക്തജനങ്ങൾ ആറ്റുകാൽ പൊങ്കാലയിടാനായി അവിടെ എത്തിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് പരിസരങ്ങളിലായിക്കോട്ടെ, പത്മനാഭസ്വാമി ക്ഷേത്രമായിക്കോട്ടെ, വിവിധ ഇടങ്ങളിലാണ് ഭക്തർ ഏറെ എത്തിയിട്ടുണ്ട്. 10:15 അടുപ്പ് വെട്ട് ചടങ്ങോടെയാണ് ഈ പൊങ്കാലയിടൽ ചടങ്ങിനൊക്കെ തുടക്കം കുറിക്കുക. ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അതിന് വേണ്ടിയിട്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. ആരംഭിച്ചു കഴിഞ്ഞാലാണ് ഈ പൊങ്കാലയുടെ യഥാർത്ഥ കാഴ്ച അല്ലെങ്കിൽ യഥാർത്ഥ ഒരു ഭംഗി നമുക്ക് കാണാൻ സാധിക്കുക. എന്തായാലും സൂര്യയും വിനയും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഈ പൊങ്കാല വിശേഷങ്ങളിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താം.